പ്രോസസ് കാൽക്കുലേഷൻ വരുന്ന നമ്മളുടെ സിലബസ് പ്രകാരം ഒന്നെങ്കിൽ പ്രോസസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്റ്റോഷ്യോമെട്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൗൾസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു, ഏതിലാണ് നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഐഡിയൽ സൊല്യൂഷൻ ആണോ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണോ, ഗ്യാഷ്യസ് മിക്സ്ചർ ആണോ, ഇമ്മിസിബിൾ ലിക്വിഡ് ആണോ? റൗൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഒരു പേര് പറയും. സോ റൗൾസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു ഓപ്ഷൻ എ ഐഡിയൽ സൊല്യൂഷൻ അല്ലേ? ഐഡിയൽ സൊല്യൂഷനിലാണ് നമ്മളുടെ റൗൾസ് ലോ ഒബേ ചെയ്യുക. ഓക്കെ, ഐഡിയൽ സൊല്യൂഷനിലാണ് നമ്മളുടെ റൗൾസ് ലോ ഒബേ ചെയ്യുക. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പോലെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഇക്വേഷനായിട്ട് പറയുന്നതാണ് റൗൾസ് ലോയിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കുക. റൗൾസ് ലോൻ്റെ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ പറയുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇല്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷനിലാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷനും അതേപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷനും വരുന്ന ആൾക്കാർ, പിന്നെ അസിയോട്രോപ്പ്, നമ്മളുടെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും പറയും. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ടേംസുകളാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, for an ideal binary solution, the partial vapor pressure of a component A is proportional to option A total pressure, option B mole fraction of B, then option C mole fraction of A in liquid phase, mole fraction of A in vapor phase. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ശരിക്കും തുടക്കത്തിലേ പറയുന്നുണ്ട് എന്ത്? ഐഡിയൽ. ഓക്കെ, ഐഡിയലാണ് സൊല്യൂഷൻ, ഐഡിയലാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഹിൻറ്റ്, ഐഡിയലാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഏത് റിലേഷൻ അറിഞ്ഞിരിക്കേണ്ടേ? റൗൾസ് ലോൻ്റെ റിലേഷൻ. ഓക്കെ, റൗൾസ് ലോൻ്റെ റിലേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ റൗൾസ് ലോ പ്രകാരം നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ്? പി എ ഈക്വൽ ടു പി എ സീറോ ഇൻറ്റു എക്സ് എ, അല്ലെങ്കിൽ പി എ പ്രൊപ്പോർഷണൽ ടു എക്സ് എ എന്നാണ് എഴുതുക അല്ലേ? വാപ്പർ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ എക്സ് എ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്ന് വെച്ചാൽ ലിക്വിഡ് ഫേസ് ആണ്. ഇതേപോലെ നമ്മൾ ഡാൾട്ടൺസ് ലോ നമ്മൾ മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോർഷണലായിട്ട് പറയാറുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ഞാൻ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് പറയുക. ഐഡിയൽ ഗ്യാസ് അല്ല, ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ ഞാൻ എന്താ പറയുക? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലാണ് പറയുക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ലിക്വിഡ് ഫേസ്. ലിക്വിഡ് ഫേസ്. ഓക്കെ, ലിക്വിഡ് ഫേസ് ആണ്, ഗ്യാസ് അല്ല. നമ്മളെ റൗൾസ് ലോ അല്ല, ഡാൾട്ടൺസ് ലോ പ്രകാരമാണെങ്കിൽ നമുക്ക് പി എ ഈക്വൽ ടു പി ടി ഇൻറ്റു വൈ എ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതും റൗൾസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. വെൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആർ മിക്സ്ഡ്, ടോട്ടൽ വാപ്പർ പ്രഷർ അറ്റ് ബോയിലിംഗ് പോയിന്റ്. വെൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആർ മിക്സ്ഡ്, ടോട്ടൽ വാപ്പർ പ്രഷർ അറ്റ് ബോയിലിംഗ് പോയിന്റ്. ഇത് ജനറൽ ആയിട്ടും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വേണമെങ്കിൽ നമ്മൾ റൗൾസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ടോട്ടൽ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡാൾട്ടൺസ് ലോ പ്രകാരം ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ആയിരിക്കും. ഇവിടെ വാപ്പർ പ്രഷർ ആയിരിക്കും. ഇപ്പോൾ രണ്ട് ഇമ്മിസിബിൾ ആണെങ്കിൽ രണ്ടിനും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടിനും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സം ഓഫ്, യെസ് കറക്റ്റാണ്, സം ഓഫ് ഇൻഡിവിജ്വൽ വാപ്പർ പ്രഷർ. സം ഓഫ് ഇൻഡിവിജ്വൽ വാപ്പർ പ്രഷർ. ഓക്കെ, ഇൻഡിവിജ്വൽ വാപ്പർ പ്രഷർ. The next, a non-volatile solute is added to solvent. The vapor pressure of the solvent. ഞാനൊരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വാപ്പർ പ്രഷറിന് എന്താണ് സംഭവിക്കുക?
വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കും? യെസ്, കുറയും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ബോയിലിംഗ് പോയിൻ്റ് കുറയോ കൂടുമോ? നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കുറയും, അപ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇതെങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? യെസ്, ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമുക്കറിയാം സീ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 102 അല്ലെങ്കിൽ 103 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താ? അതിൽ സോൾട്ട് ഉണ്ട്, നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഉണ്ട്. സാധാരണ വാട്ടർ 100 ഡിഗ്രി ആണെങ്കിൽ സീ വാട്ടർ 102, ബോയിലിംഗ് പോയിൻറ്റ് കൂടുകയാണ്. പക്ഷേ വേപ്പർ പ്രഷർ കുറയാണ്. ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡെഫിനീഷൻ നമ്മൾ പറയും, വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ ഞാൻ കൂടുതൽ ഹീറ്റ് ചെയ്യണം, അതുകൊണ്ട് ബോയിലിംഗ് പോയിൻറ്റ് കൂടും. ഓക്കെ, നോൺ വോൾട്ടേജ് സൊല്യൂട്ട് വന്നാൽ വേപ്പർ പ്രഷർ കുറയും, പക്ഷേ എൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ വേപ്പർ പ്രഷറാണ്. സോ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി. ഓക്കെ, ഡിക്രീസസ്. ബോയിലിംഗ് പോയിൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇൻക്രീസസ്. The next, ultimate analysis of a column gives. Ultimate analysis. അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര നൈട്രജൻ ഉണ്ട്, എത്ര സൾഫർ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നുവെച്ചാൽ എന്താണ്? എലമെൻ്റൽ കോമ്പോസിഷൻ. ഓക്കെ, ഈ CHNSO അനലൈസറൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, CHNS അനലൈസർ അല്ലെങ്കിൽ CHNSO അനലൈസർ. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് അനാലിസിസിനാണെന്ന് വെച്ചാൽ കാർബൺ എത്ര പെർസെൻറ്റേജ്, ഹൈഡ്രജൻ എത്ര, നൈട്രജൻ എത്ര, സൾഫർ എത്ര, ഓക്സിജൻ എത്ര. ഓക്കെ, അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക എന്താണ്? എലമെൻ്റൽ കോമ്പോസിഷൻ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ. Then condensation of steam releases. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ടും വേണമെങ്കിൽ ഉൾപ്പെടുത്താം, നമ്മൾ ഫിസിക്സ് അല്ലെങ്കിൽ ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പക്ഷെ നമുക്കിവിടെ എനർജി ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ചെയ്യുമ്പോൾ സെൻസിബിൾ ഹീറ്റാണോ, ലാറ്റൻ ഹീറ്റാണോ, കെമിക്കൽ എനർജിയാണോ, അതോ റേഡിയേഷൻ ആണോ? കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം എന്ന് വെച്ചാൽ എന്താ പറയുക, വേപ്പർ സ്റ്റേജിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേജിലുള്ള സ്റ്റീമിനെ പിടിച്ചിട്ട് ഞാൻ ലിക്വിഡ് സ്റ്റേജിലുള്ള ആരാക്കിയിട്ട് മാറ്റുകയാണ്? വാട്ടർ ആക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, വാട്ടർ ഗ്യാഷ്യസിൽ നിന്ന് വാട്ടർ ലിക്വിഡ് ആക്കിയിട്ട് മാറ്റുകയാണ് എന്ന് വെച്ചാൽ ഫേസ് ചേഞ്ച് ചെയ്യാണ്. സോ ഫേസ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ലാറ്റൻ ഹീറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഫേസ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ലാറ്റൻ ഹീറ്റ് ഉപയോഗിക്കുക. സെൻസിബിൾ ഹീറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷനാണ് നമ്മൾ mCp∆T പറയാം, അതായത് ടെമ്പറേച്ചർ ചേഞ്ചാണ്. ലാറ്റൻ ഹീറ്റിനെ നമ്മൾ m×λ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക, അവിടെ ടെമ്പറേച്ചർ ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട് സെൻസിബിൾ ഹീറ്റിൽ. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 10 ഡിഗ്രി സെൽഷ്യസ് വെള്ളം 20 ഡിഗ്രി സെൽഷ്യസ് വെള്ളമാക്കി മാറ്റുന്നു, അപ്പോൾ അവിടെ സെൻസിബിൾ ഹീറ്റാണ്. ഓക്കെ, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ലാറ്റൻ ഹീറ്റാണ്, ലാറ്റൻ ഹീറ്റ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി. Then molar heat capacity at constant pressure is always. ഇത് CP യും CV തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും ഉണ്ട്, അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വോളിയം ഉണ്ട്. C ഗ്രേറ്റർ ദാൻ CV ആണോ? അത് ലെസ് ദാൻ CV ആണ്. CP CVനേക്കാളും വലുതാണോ ചെറുതാണോ? നിങ്ങളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുക. CP - CV = R. മേയേഴ്സ് റിലേഷൻ. CP - CV = R, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതുകയാണെങ്കിൽ CP = CV + R.
ഓക്കെ, ഇനിയാണെങ്കിൽ ആരാ വലുതെന്ന് പറഞ്ഞൂടെ? ആരാ വലുത്? സി പി ആണ് വലുത് അല്ലേ? അതുകൊണ്ടല്ലേ സി പി മൈനസ് സി. ആറിൻ്റെ വാല്യൂ 8.314 ആണെങ്കിൽ സി പി വലുതാണെങ്കിൽ ആറിലേക്ക് എത്തത്തുള്ളൂ. സോ സി പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. അതായത് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇവിടെ മോളാർ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ മോൾസിൻ്റെ ബേസിലാണ്, അത്രയേ ഉള്ളൂ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ആൻസർ ഓപ്ഷൻ സി, ഗ്രേറ്റർ ദാൻ സി വി. ദെൻ ഇതൊരു ഡെഫിനേഷനാണ്, സിമ്പിൾ സാധനമാണ്. The heat change when 1 mole of a compound is formed from its element. The heat change when 1 mole of a compound is formed from its element. സിമ്പിൾ അല്ലേ? 1 mole of compound formed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 mole of element formed എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോർമേഷൻ കിട്ടും അല്ലേ? ഫോർമേഷൻ കിട്ടും. ഓക്കെ, കത്തിക്കുകയാണെങ്കിൽ അത് കമ്പഷൻ, ഇവിടെ ഫോർമേഷൻ. സോ ആൻസർ ഹീറ്റ് ഓഫ് ഫോർമേഷൻ, ഓപ്ഷൻ ബി, heat of formation. The next, a binary gas mixture 70 mole percentage A, then CPA equal to 30 joule per mole Kelvin and 30 mole percentage B, molar heat capacity of the mixture. നമ്മൾ ആവറേജ് മോളാർ മാസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മിക്സ്ചർ കണ്ടുപിടിക്കുക. ഓക്കെ, സി പി ഓഫ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു സി പി ഐ ആണ് ചെയ്യുക. നമ്മൾ ആവറേജ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ഇൻഡിവിജ്വൽ മോളിക്കുലർ മാസ് ചെയ്യും. സിമിലർലി ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മിക്സ്ചർ ചോദിച്ചാൽ സമ്മേഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ഇൻഡിവിജ്വൽ ഹീറ്റ് കപ്പാസിറ്റി, ഇൻഡിവിജ്വൽ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, സോ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഏതാണ് കിട്ടുക എന്നുള്ളത്. അതായത് സി പി ഓഫ് മിക്സ്ചർ ഈക്വൽ ടു മോൾ പെർസെൻറ്റേജ് ഓഫ് എ 0.7 ഇൻറ്റു അതിൻ്റെ സി പി 30, ദെൻ മോൾ പെർസെൻറ്റേജ് ഓഫ് ബി 0.3, ദെൻ ഇൻറ്റു അതിൻ്റെ സി പി. യാ, ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ. റെഡി അല്ലേ? അതായത് 0.7 ഇൻറ്റു 30 എന്ന് വെച്ചാൽ 7 ഇൻറ്റു 3 21, 0.3 ഇൻറ്റു 40 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 4 12. സോ 21 പ്ലസ് 12 33. സോ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. ഈ ആവറേജ് മോളിക്കുലർ മാസ് ചെയ്ത പോലെ തന്നെയാണ് മിക്സ്ചർ കണ്ടുപിടിക്കുക, അത് ഓർത്തിരുന്നാൽ മതി. ദെൻ യൂസിങ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡെൽറ്റ എച്ച് എഫ് എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. എഫ് സബ്സ്ക്രിപ്റ്റ് ആണ് വേണ്ടത് സാധാരണ, എന്നാലും ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. മീഥെയിൻ തന്നിട്ടുണ്ട് -74.8, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട് -393.5, വാട്ടർ തന്നിട്ടുണ്ട് -285.8. നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട് മീഥെയിൻ പ്ലസ് 2O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2H2O. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്? തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. എൻ്റെ ഗിവൺ ക്വസ്റ്റ്യൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡാറ്റ തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ ഇതിൽ ഒറ്റ കാര്യം ഞാൻ സിലബസ് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഫോർമേഷൻ ഡാറ്റയാണ് തന്നിട്ടുള്ളെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്യാം. ഓക്കെ, ഫോർമേഷൻ ഡാറ്റയാണ് തന്നിട്ടുള്ളതെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്യാം. കമ്പഷൻ ഡാറ്റയാണ് തന്നതെങ്കിൽ തിരിച്ച് ചെയ്യാം, റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്യാം.
ഇവിടെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്, എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്. സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? -393.5 പ്ലസ് 2 വാട്ടർ ഉണ്ട്, ഒരു വാട്ടറിൻ്റെ -285. സോ -285.8 ഇൻറ്റു 2 പ്രൊഡക്റ്റ് കഴിഞ്ഞു. ഈ റിയാക്റ്റൻറ്റിൽ മീതെയിൻ എത്രയാണ്? -74.8. ഇനി -74.8 ആരുണ്ട്? 2 ഓക്സിജൻ. ഓക്സിജന് ഫോർമേഷൻ ഉണ്ടാവില്ല, കാരണം എൻതാൽപ്പി ഫോർമേഷൻ്റെ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഫോംഡ് ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻ്റ് എന്നാണ്. ഓക്സിജൻ ഒരു എലമെൻ്റ് ആണ്, പിന്നെ അത് ഫോം ചെയ്യാനില്ല. സോ അതുകൊണ്ട് അത് 0 ആയിരിക്കും, ഡാറ്റ തരാറില്ല. ഓക്കെ, അപ്പോൾ -393.5 പ്ലസ് 2 ഇൻറ്റു -285.8 മൈനസ് വരുമ്പോൾ പ്ലസ് ഇല്ലേ? 2 ഇൻറ്റു 285 എന്ന് പറയുമ്പോൾ 280, 560, 570, ഒരു 571 ഏകദേശം ഉണ്ടാവും. ഇതൊരു -393 -571 പ്ലസ് ഒരു 75 കൊടുക്കാം അല്ലേ? 571, 393, 3 4 16, ബാക്കി 1 964, 75 കുറച്ചാൽ 800 സംതിങ് അല്ലേ? 889. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്താണ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ 890. ഓക്കെ അല്ലേ? ജസ്റ്റ് ചെയ്താൽ മതി, പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റിന് ചെയ്താൽ മതി. ന്യൂമറിക്കൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ, ഞാൻ മൈനസ് എല്ലാം കൂടെ കൂട്ടി ദെൻ പ്ലസ് ചെയ്യണം. അതിന് പകരം ഞാൻ പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്ത്, സോ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ആൻസറാണ്. ആക്ച്വലി വേണ്ടത് നെഗറ്റീവ് ആൻസറാണ്. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്പീഡ് പോലെ നിങ്ങൾക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് വേണം ചെയ്യാൻ. സോ ആൻസർ ഓപ്ഷൻ എ. ദ നെക്സ്റ്റ്, for 1 kilogram of carbon burned to carbon dioxide, stoichiometric oxygen required 2.67 kilogram oxygen per 1 kilogram carbon അല്ലെങ്കിൽ per kilogram carbon. If air contains 23.2% oxygen by മാസ് തന്നെയാണ് തന്നിരിക്കുന്നത്. തിയററ്റിക്കൽ മാസ് ഓഫ് എയർ റിക്വയർഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒരുപാട് ആലോചിച്ച് വേണമെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാം. പക്ഷേ ഇതിൽ ഡാറ്റ സിമ്പിളാണ്. സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ആൻസറിലേക്ക് എത്താൻ, വേറെ ഒന്നുമില്ല. ഓക്കെ, സ്റ്റോഷ്യോമെട്രിക്കലി മാസ് എനിക്ക് 2.67 കിലോഗ്രാം ഓക്സിജൻ വേണം 1 കിലോഗ്രാം കാർബണിന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര കിലോഗ്രാം എയർ വേണമെന്നാണ് ചോദ്യം. എയറിൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ മാസ് ബേസിൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒക്കെ മാസിലാണ്. സോ ഒരു കൺവേർഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്താൽ മാത്രം മതി. ഞാൻ തുടങ്ങിത്തരാം. നോക്കിക്കേ, 1 കിലോഗ്രാം കാർബൺ 1 കിലോഗ്രാം കാർബൺ. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം കാർബണിൽ കത്തിച്ച് തീർക്കാൻ 2.67 കിലോഗ്രാം ഓക്സിജൻ വേണം. ഇതേ കാർബൺ തന്നെയാണ് എനിക്ക് കത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 100 കിലോഗ്രാം എയർ എടുത്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എയറിൽ 23.2 കിലോഗ്രാം ഓക്സിജനേ ഉള്ളൂ. ഓക്കെ, 100 കിലോഗ്രാം എയർ എടുത്താൽ 23.2 കിലോഗ്രാം ഓക്സിജനേ ഉള്ളൂ. എനിക്ക് എത്ര ഓക്സിജൻ ആവശ്യം? 2.67. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര എയർ ഉപയോഗിക്കണം? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ എയിം, വേറെ ഒന്നുമില്ല. 23.2 കിലോഗ്രാം ഓക്സിജൻ ഞാൻ 100 കിലോഗ്രാം എയർ കൊടുത്താൽ കിട്ടും. എനിക്ക് ബേസിക്കലി എത്ര ആവശ്യമുള്ളൂ? സ്റ്റോഷ്യോമെട്രിക്കലി 2.67 ആവശ്യമുള്ളൂ. സോ 2.67 ആണ് വേണ്ടെങ്കിൽ എയർ എത്ര വേണമെന്നാണ് ചോദ്യം, വേറെ ഒന്നുമില്ല.
ഓക്കെ. സോ 100 ഇൻറ്റു 2.67 അല്ലേ, ഡിവൈഡഡ് ബൈ 23.2. ഇത് 23 23 100 4 പോയിൻറ്റ് സംതിങ് വരും അല്ലേ, 4 25 100. അപ്പോൾ 4 23 എന്ന് പറയുമ്പോൾ ഒരു 4.2 ഒക്കെ ഇട്ട് കൊടുക്കുക. ഈ 4.2 ഇൻറ്റു 2.7 4 3 12. അപ്പോൾ 4.2 ഇൻറ്റു 2.7 12ൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. സോ ആൻസർ എന്താ? ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇതിൽ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. 100 കിലോഗ്രാം എയർ എടുത്ത് 23 കിലോഗ്രാം ഓക്സിജൻ ഉണ്ട്. എനിക്ക് ആവശ്യം 2.67 കിലോഗ്രാം ഓക്സിജനാണ്. എത്ര എയർ ഞാൻ കൊടുക്കണം? ഇത്രയുള്ള ചോദ്യത്തിൻ്റെ എയിം. ഓക്കെ. The next, if 2 mole hydrogen react with 1 mole of oxygen gives 2 mole water. എന്നുവെച്ചാൽ സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ തന്നേ ഉള്ളൂ. മോൾസ് ഓഫ് H2O formed from 8 gram of hydrogen. ഓക്കെ, 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 2 മോൾ H2O കിട്ടും. എന്ന് വെച്ചാൽ 2H2 + O2 gives 2H2O. ഒരു വേർഡ്സിൽ തന്നേ ഉള്ളൂ. നിന്നോട് ചോദിച്ചിരിക്കുന്ന മോൾസ് ഓഫ് H2O എത്ര കിട്ടും? ഞാൻ 8 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ. സിമ്പിൾ അല്ലേ? 8 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ 8 മോള് കിട്ടുമോ? ഇത് 8 മോൾ ഹൈഡ്രജൻ എടുത്താൽ നല്ലതായിട്ട് ചോദ്യം. 8 ഗ്രാം ഹൈഡ്രജൻ എന്നാണ് അല്ലേ. 2 മോൾ ഹൈഡ്രജൻ എടുത്താൽ 2 മോൾ വാട്ടർ കിട്ടും. 2 മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എത്രയും മാസ്? H2 ആണ്. ഇപ്പോൾ 2 ഗ്രാം. അപ്പോൾ 2 മോൾ എന്ന് പറയുമ്പോൾ 4 ഗ്രാം. 4 ഗ്രാമിന് 2 മോൾ. ഇതാണ് അതിൻ്റെ എയിം. 2 മോൾ H2O 2 മോൾ. അപ്പോൾ 4 ഗ്രാമിന് 2 മോൾ. ഇപ്പോൾ 8 ഗ്രാം എടുത്താലോ? പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടല്ലോ. 4ൻ്റെ ഡബിളാണ് 8. അപ്പോൾ 2ൻ്റെ ഡബിള് 4. 8 ഗ്രാമിന് 4 മോള് H2O. 8 ഗ്രാമിന് 4 മോള് H2O. ഓക്കെ അല്ലേ? A gas sample is compressed from volume of 10 liter to 5 liter at constant temperature. What is the relation between initial pressure P1 and final pressure P2? സിമ്പിളാണ്. ഗ്യാസ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 വോളിയം തന്നിട്ടുണ്ട്, പ്രഷർ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. സോ വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഏതാ? ലോ ഏതാ? വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻ ലോ ഏതാ? പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ. പ്രഷറും വോളിയം തമ്മിൽ നമ്മൾ റിലേഷൻ പറയുമ്പോൾ അതിലൊക്കെ പറയുന്ന പേരാണ്, യെസ്, വെരി ഗുഡ്, ബോയിൽസ് ലോ. സോ ബോയിൽസ് ലോയിൽ നമ്മൾ പറയുന്ന ഇക്വേഷനാണ് PV = കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ P1 V1 = P2 V2. സോ ഫസ്റ്റ് വോളിയം 10 ലിറ്റർ, സെക്കൻഡ് വോളിയം 5 ലിറ്റർ. സോ P1 × 10 = P2 × 5. 5ഉം 10ഉം കട്ട് ചെയ്താൽ 2. സോ 2P1 = P2. ഓക്കെ, തിരിച്ചു പറയുകയാണെങ്കിൽ P2 = 2P1. സോ ആൻസർ ഓപ്ഷൻ ബി. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ദെൻ 14, വാട്ട് ഈസ് ദ ആവറേജ് മോളിക്കുലർ വെയിറ്റ്? ഇതേപോലത്തെ ഞാൻ പറഞ്ഞു CPയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇത് വരിക, ആവറേജ് മോളിക്കുലർ മാസും വരിക. സിമ്പിൾ സാധനം. ഇതിലൊരു കാര്യം, നമുക്ക് നൈട്രജൻ്റെ മോളിക്കുലർ വെയിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മോളിക്കുലർ വെയിറ്റ് തരാറുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, പഠിക്കും കൂടി ചെയ്യണേ. സോ സിമ്പിളാണ്. ആവറേജ് മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് XI × MI. സോ 0.2 × 28
പ്ലസ് അല്ല 20% നൈട്രജൻ, മോളിക്കുലർ വെയിറ്റ് 28, ബാക്കി 80%, 0.8 ഇൻറ്റു 64. ഓക്കെ, ഇത് 5.6, 0.8 ഇൻറ്റു 64 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.8, 8 4 32, 3 52. ഓക്കെ, റെഡി അല്ലേ? 51.2, 51 5 കൂടെ കൂട്ടിയാൽ 56.8. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മിക്സർ ചോദിച്ചാലും ഇതന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ്, എ ഗ്യാസ് ഈസ് അറ്റ് എ വോളിയം 5 ലിറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. 27 degree Celsius. What will be new volume if the temperature is increased to 327 degrees Celsius at constant pressure? അതായത് വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ വോളിയമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക, വേറെ ഒന്നുമില്ല. വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മളുടെ ചാൾസ് ലോ ഉപയോഗിക്കുമ്പോൾ ടെമ്പറേച്ചർ ഡെഫിനിഷൻ പ്രകാരം എപ്പോഴും ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, കെൽവിനിൽ ആക്കിയിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. സോ T1 300 കെൽവിൻ വരും, T2 600 കെൽവിനും വരും. ഓക്കെ, V1 5 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ചാൾസ് ലോ പ്രകാരം V1/T1 ഈക്വൽ ടു V2/T2. സോ 5/300 ഈക്വൽ ടു V2/600. V2 ഈക്വൽ ടു 5 ഇൻറ്റു 600/300. 300 600 കട്ട് ചെയ്താൽ 2, സോ 10 ലിറ്റർ. സോ 15ൻ്റെ ആൻസർ എ. ഒരൊറ്റ കാര്യം ഓർക്കുക, എപ്പോഴും എൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മൊളാരിറ്റി ഓഫ് 10 gram of NaH in 500 milliliter സൊല്യൂഷൻ? ക്വസ്റ്റ്യനിൽ മോളാർ മാസ് തന്നിട്ടുണ്ട്. ഇനി തന്നില്ല എങ്കിലും നിങ്ങൾ NaOHൻ്റെ മാസ് കാണാതെ പഠിക്കണേ. മൊളാരിറ്റിയാണ്. ഡെഫിനേഷൻ പ്രകാരം നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. സി അല്ലേ? അതായത് നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 10, മോളാർ മാസ് 40. വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ 500 മില്ലി എന്ന് വെച്ചാൽ ലിറ്റർ ആക്കുമ്പോൾ 500/1000. സോ 10/40 ഇൻറ്റു 1000/500. 2, 40 2 കട്ട് ചെയ്താൽ 20. 10/20 എന്ന് വെച്ചാൽ 1/2 എന്ന് വെച്ചാൽ 0.5. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. എല്ലാം ഡയറക്റ്റ് കട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ്. 10/40. ഇനി 500 മില്ലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാം, 0.5 ലിറ്റർ ആണ്. ഓക്കെ, നിങ്ങളിഷ്ടം പോലെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ച് അങ്ങനെയാണ് നമുക്ക് ഐഡിയ ഉണ്ടാവുക.
സോ ഇവിടെ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണമെന്ന് മാത്രം, വേറൊന്നുമില്ല. The next, 1 molar sodium chloride solution containing how many grams sodium chloride per kilogram water? മോളാലാണ് എന്നുവെച്ചാൽ മൊളാലിറ്റി ഈക്വൽ ടു 1 ആണ്. സോ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇത് 1 ആണ്. ഇവിടെ സോൾവെൻ്റ് ആരാ? വാട്ടറാണ് അല്ലേ? കാരണം വാട്ടറിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ വാട്ടർ ആയിരിക്കും. ഓക്കെ. സോ എന്നോട് ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാം ഓഫ് വാട്ടറാണ്. ഹൗ മെനി ഗ്രാംസ്? ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം വാട്ടർ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1 × 1. ഇനി ആരാളാരാ? സോഡിയം ക്ലോറൈഡ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ മാസ്സാക്കാൻ എന്ത് ചെയ്താൽ മതി? മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് 23 + 35.5 58.5. 1 മോളാൽ സോഡിയം ക്ലോറൈഡിൽ 1 മോള് സോഡിയം ക്ലോറൈഡ് കാണും. എപ്പോൾ? 1 കിലോഗ്രാം വാട്ടർ ഉണ്ടെങ്കിൽ. 1 മോൾ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ അതിൻ്റെ മോളിക്കുലർ മാസ് 58.5 ഗ്രാം. സോ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, 1 മോളിൽ 1 മോള് സൊല്യൂട്ട് ഉണ്ടാവും. സോ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് 0.5 മോളാർ H2SO4 ഇൻറ്റു നോർമാലിറ്റി. സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി 0.5 ആണെങ്കിൽ നോർമാലിറ്റി എത്ര? ഞാൻ സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോർമാലിറ്റി എന്ന് വെച്ചാൽ റിലേഷൻ എന്താ? മൊളാരിറ്റി ഇൻറ്റു വാലൻസി ചെയ്താൽ മതി. ഓക്കെ, സോ 0.5 ആണ് മൊളാരിറ്റി. വാലൻസി എന്ന് വെച്ചാൽ ഹൈഡ്രജൻ നോക്കിയാൽ മതി. 2 ഹൈഡ്രജൻ ഉണ്ട്, സോ 2. അല്ലെങ്കിൽ OH നോക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്, ടോട്ടൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് നോക്കാം. സോ 0.5 × 2 എന്ന് വെച്ചാൽ 1. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, 1 നോർമൽ. ദെൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 1.25 ഗ്രാം/cm³ ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് റെഫറൻസ് ലിക്വിഡ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ 1 gram/cc ആണ് അല്ലേ? കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ 10³ വരും. cm³ m³ ആക്കുമ്പോൾ m³ cm³ ആകുമ്പോൾ 10�6 വരും. സോ 1 ആണ്. അപ്പോൾ 1.25/1 എന്ന് വെച്ചാൽ gram/cc എന്താണോ ഡെൻസിറ്റി എന്ന് അത് തന്നെയായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. അതിന് മാറ്റമൊന്നും വരില്ല. ആൻസർ ഓപ്ഷൻ എ, സെയിം തന്നെ, 1.25. Okay. The next, calculate API for specific gravity equal to 0.8. Calculate API for specific gravity equal to 0.8. API സ്കെയിലാണ്.
പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ 141.5 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി -131.5. ഇതിവിടെ 0.8 തന്നിട്ടുണ്ട്. 0.8 മൈനസ് 131.5. ഏകദേശം റേഞ്ച് പിടിച്ചാൽ മതി. പക്ക വാല്യൂ ഒന്നുമല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ അടുത്തുള്ള വാല്യൂ. അല്ലെ 141.5 1415/8 മൈനസ് 131.5. എ ആണ്. 1/8 61 7/8 56 വീണ്ടും 55 ഏകദേശം 7 46 അല്ലേ വരിക? 45.5. സോ ഓപ്ഷൻ ബി അല്ലേ വരിക? അല്ലേ? 1/8 61 7/8 ബാക്കി 55 ഏകദേശം 7 177 മൈനസ് 131.5. സോ 36 അല്ല 45 45ൻ്റെ അടുത്തുണ്ടാവും. സോ ആൻസർ നമുക്ക് 45 കൊടുക്കാം. ആൻസർ ഓപ്ഷൻ പി. എ മെറ്റീരിയൽ ബാലൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽ ബാലൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. പറഞ്ഞോ. നമ്മൾ ടോട്ടൽ ഇൻപുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് ഒക്കെ ബാലൻസ് ചെയ്യുക ഇതിൻ്റെ ബേസിലാണ്. അടിപൊളി. ഇവിടെ മെറ്റീരിയൽ ബാലൻസ് ഇടുക, എനർജി ബാലൻസ് അല്ല, മെറ്റീരിയൽ ബാലൻസ്. മാസ്. ഓക്കെ, ഓപ്ഷൻ സി കൺസർവേഷൻ ഓഫ് മാസ്. എനർജിയിലാണ് എനർജി ബാലൻസ്, മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മാസ് ബാലൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മിക്സർ കമ്പൈൻസ് 100 kg/h ഓഫ് സ്ട്രീം എ. അതിൽ 10% സാൾട്ട് ഉണ്ട്. 200 kg/h സ്ട്രീം ബി, അതിൽ 20% സാൾട്ട് ഉണ്ട്. ഫൈൻഡ് സാൾട്ട് പെർസെൻറ്റേജ് ഇൻ ദി പ്രൊഡക്റ്റ്. ഇവിടെ ഒരു മിക്സറിലേക്ക് ഞാൻ എയും കൊടുത്ത് ബിയും കൊടുത്ത് പുറത്തേക്ക് വരുന്ന സാൾട്ട് പെർസെൻറ്റേജ് ആണ് ചോദ്യം. എ ഉണ്ട് 100, ബി ഉണ്ട് 200. എന്നാണ് ഈ പ്രൊഡക്റ്റ് എത്രയുണ്ടാവും? 100 + 200 300. ഇനി ഇവിടെ 10% എന്ന് വെച്ചാൽ 0.1, ഇവിടെ 20% 0.2, ഇവിടെ എക്സ്. ബാലൻസ് ചെയ്തൂടെ? നമ്മളെ സൊല്യൂട്ട് ബാലൻസ് എന്താ വരിക? 100 × 0.1 പ്ലസ് 200 × 0.2 = 300 × എക്സ്. ഓക്കെ, കയറുന്ന 100ൽ 10%, 200ൽ 20%. ഇറങ്ങുന്നതിൽ എത്ര എന്നാണ് ചോദ്യം. 100 × 0.1 10, 200 × 0.2 40, 300 × എക്സ്. എക്സ് എന്ന് വെച്ചാൽ 50/300, 5/30, 1/6. 1/6 എത്ര പെർസെൻറ്റേജാണ്? 166 40, 66 36 40, 6. സോ 16.6%. ഓക്കെ, ബേസ് ഇത്രയേ ഉള്ളൂ. 100 ും 200 കിട്ടിയ പ്രൊഡക്റ്റ് 300. ഇനി സാൾട്ട് ബാലൻസ് ചെയ്യുക. 100 × 0.1 പ്ലസ് 200 × 0.2 = 300 × എക്സ്. സോ ആൻസർ ഓപ്ഷൻ സി 16.6%. ഓക്കെ അല്ലേ? ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. മാസ് ടോട്ടൽ ബാലൻസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ എൻ്റെ സോൾട്ടിന് ബാലൻസ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ഫീഡ് 1000 kg/h സൊല്യൂഷൻ. അതിൽ 10% എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് 50% ആക്കിയാൽ വാട്ടർ എത്ര ഇവാപ്പറേറ്റ് ചെയ്തു? ഫീഡ് 1000, എക്സ് എഫ്
0.1, പ്രൊഡക്റ്റ് XP 0.5. എത്ര വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു എന്നാണ് ചോദ്യം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് FXF ഈക്വൽ ടു PXP. ഓക്കെ, 1000 ഇൻറ്റു 0.1 ഈക്വൽ ടു P ഇൻറ്റു 0.5. ഇതാണ് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ 100 ഈക്വൽ ടു P ഇൻറ്റു 0.5. സോ P ഈക്വൽ ടു 200. സോ ഞാൻ 1000 ഫീഡ് കൊടുത്തതിൽ പ്രൊഡക്റ്റ് 200 കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ എത്ര വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു? 1000 നിന്ന് 200 കുറയ്ക്കുക, 800. ഓക്കെ, ടോട്ടൽ ഇൻപുട്ട് 1000 ഈക്വൽ ടു വാപ്പർ പ്ലസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 200. സോ V 800 വാട്ടർ ഇവാപ്പറേറ്റഡ്. ഓപ്ഷൻ C 800. ഓപ്ഷൻ C 800. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് 2 ഡ്രോയിങ്ങും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. 100 kilogram wet solid contain 30% moisture, dried to 10% moisture. Then amount of dry solid. കയറുന്നത് 100 കിലോഗ്രാം വെറ്റ് സോളിഡാണ്. അതിൽ 30% മോയ്സ്ചറാണ്. എന്ന് പറഞ്ഞാൽ ഡ്രൈ സോളിഡ് എത്ര ഉണ്ടാവുള്ളൂ? 70 കിലോഗ്രാമേ ഡ്രൈ സോളിഡ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എത്ര ഡ്രൈ ചെയ്യിച്ചാലും ഡ്രൈ സോളിഡിൻ്റെ എമൗണ്ട് എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 70 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ മോയ്സ്ചർ 10% ആക്കിയാലും 20% ആക്കിയാലും 5% ആക്കിയാലും മോയ്സ്ചറൊക്കെ കളഞ്ഞാലും ഡ്രൈ സോളിഡിൻ്റെ എമൗണ്ട് എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. കാരണം 100 കയറുമ്പോഴും 70 ഉള്ളൂ, ഇറങ്ങുമ്പോഴും 70 ഉണ്ടാവുള്ളൂ. ഓക്കെ, എത്ര ഡ്രൈ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ സോളിഡിൻ്റെ എമൗണ്ട് കയറിയത് തന്നെയാണ്. അതുതന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാലൻസ് ചെയ്താൽ എനിക്ക് കിട്ടുക ഡ്രൈ സോളിഡ് എൻറ്ററിങ് ഈക്വൽ ടു ഡ്രൈ സോളിഡ് ലീവിങ്. അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് മോയ്സ്ചർ റിമൂവ്ഡ് എന്ന് ചോദിച്ചാൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഡ്രൈ സോളിഡ് ആണ്, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. കയറുന്നതിൽ 70 കിലോഗ്രാം ഡ്രൈ സോളിഡ് ഉണ്ട്. അത് കയറിയാലും ഇറങ്ങിയാലും 70 തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരില്ല. മോയ്സ്ചറാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മോയ്സ്ചർ റിമൂവ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 100 കിലോഗ്രാം വെറ്റ് സോളിഡ് കയറി എന്ന് വെച്ചാൽ 70 കിലോഗ്രാം ഡ്രൈ സോളിഡ് കയറി. ഓക്കെ, ഡ്രൈഡ് ടു 10% മോയ്സ്ചർ. 10% മോയ്സ്ചർ ആണെങ്കിൽ ഇവിടെ 90% എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? 90% എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 70 കിലോഗ്രാം ഡ്രൈ സോളിഡാണ് കയറിയത്. അങ്ങനെയാണെങ്കിൽ 70 കിലോഗ്രാം ഡ്രൈ സോളിഡിനെ എന്ത് ചെയ്യണം? ഇറങ്ങണം. ഓക്കെ, 90% ഓഫ് പ്രൊഡക്റ്റ് ഓക്കെ എന്താണ്? സോളിഡാണ്. സോളിഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 70 കിലോഗ്രാം. ഇതാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, ഇത് ഇറങ്ങുന്നതിൽ 90% സോളിഡ് ഉള്ളൂ. സോളിഡ് എന്ന് പറയുന്ന ആരാ? എൻ്റെ ഡ്രൈ സോളിഡാണ്. ടോട്ടൽ ഡ്രൈ സോളിഡ് എത്രയാണ്? 70 ആണ്. അത് കയറുമ്പോഴും 70 ആണ്, ഇറങ്ങുമ്പോഴും 70 ആണ്. സോ ടോട്ടൽ ഇറങ്ങിയ പ്രൊഡക്റ്റിൽ 90% സോളിഡാണെന്ന് പറഞ്ഞു. അപ്പോൾ 90% ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടണം? 70 കിട്ടണം. കാരണം ഈ 90 എന്ന് പറയുന്നത് സോളിഡിൻ്റെ പെർസെൻറ്റേജ് ആണ്. സോ 90% ഓഫ് പ്രൊഡക്റ്റ് 70 ആണ്. എന്ന് വെച്ചാൽ 0.9 ഇൻറ്റു P ഈക്വൽ ടു 70. അങ്ങനെയാണെങ്കിൽ P ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 0.9 എന്ന് വെച്ചാൽ 700/9. ചെയ്തൂടെ? 7 63 ബാക്കി 70 77.77. ഓക്കെ, അപ്പോൾ ഫീഡ് കയറിയത് 100, ഇറങ്ങിയത് 77.77. ഇങ്ങനെയാണെങ്കിൽ എത്ര മോയ്സ്ചർ റിമൂവ് ചെയ്തിട്ടുണ്ട്? ഡിഫറൻസ്. കയറുന്ന ഫീഡ് 100 കിലോഗ്രാം,
ഇറങ്ങുന്ന പ്രൊഡക്റ്റ് 77.77. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 22 പോയിൻറ്റ് സംതിങ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ ബേസ് ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ബാലൻസ് ചെയ്യുക, എന്നിട്ട് ഡ്രൈ സോളിഡ് എപ്പോഴും കയറുന്നതും ഇറങ്ങുന്നതും ഈക്വൽ ആയിരിക്കും. സോ ആ ബേസിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാം. സോ നമുക്ക് കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വണ് നമ്മൾ PCB ക്വസ്റ്റ്യൻ ആണ്. Molarity of aqueous solution of acetic acid containing 38% acid if density of solution is 1 gram per cc. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ? എന്നാലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. Molarity of aqueous solution of acetic acid containing 38% acid if density of solution is 1 gram per cc. ഓക്കെ, നോക്കിക്കേ, അക്യസ് സൊല്യൂഷൻ ആണ്. സോ ഒന്നാമത്തെ ആൾ അസറ്റിക് ആസിഡ്, രണ്ടാമത്തെ ആൾ വാട്ടർ. ഈ ക്വസ്റ്റ്യനിൽ വെയ്റ്റ് പെർസെൻറ്റേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് എടുക്കാം. അതായത് സൊല്യൂഷൻ്റെ ടോട്ടൽ എമൗണ്ട്. അത് 100 ഗ്രാം എടുക്കാം, 1000 ഗ്രാം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ വോളിയം വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ച് എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. കാരണം ഡെൻസിറ്റി തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വോളിയം കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, റെഡി അല്ലേ? വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അപ്പോൾ ലിറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് എടുക്കണം. അതുപോലെ 38% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമുക്ക് എമൗണ്ട് വേണം. സോ നിങ്ങൾക്കൊരു എമൗണ്ട് എടുക്കാം. എന്തെടുക്കാം? സൊല്യൂഷൻ്റെ എമൗണ്ട് 100 ഗ്രാം എടുക്കാം, അല്ലെങ്കിൽ 1000 ഗ്രാം എടുക്കാം. ഞാൻ 100 ഗ്രാം എടുക്കുകയാണ്. ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 100 ഗ്രാം എടുത്ത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അസറ്റിക് ആസിഡ് എത്രയായിരിക്കും? 30 ഗ്രാം, വാട്ടർ 70 ഗ്രാം. ഇനി ഈ ക്വസ്റ്റ്യനിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? മോളിക്കുലർ മാസ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോളിക്കുലർ മാസ് കാണാനുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പഠിച്ച് വെക്കണേ. അപ്പോൾ ഇവിടെ മോളിക്കുലർ മാസ് അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ എത്തനോയിക് ആസിഡാണ്. എത്തനോയിക് ആസിഡാണ് CH3COOH. ഓക്കെ, COOH വരുന്നതിനെയാണ് കാർബോക്സിലിക് ആസിഡ് പറയുക. സോ 2 കാർബൺ CH3COH, അതിനെയാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുക. സോ അസറ്റിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് CH3COH എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ട്, 24, 4 ഹൈഡ്രജൻ ഉണ്ട്, 4, 2 ഓക്സിജൻ ഉണ്ട്, സോ 32, ടോട്ടൽ 60 വരും. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ 30/60 എന്ന് വെച്ചാൽ 1/2 അല്ലെങ്കിൽ 0.5. ഓക്കെ, ന്യൂമറേറ്ററായി നമ്പർ ഓഫ് മോൾസ് 0.5. ഇനി ഡിനോമിനേറ്റർ വേണം. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, മീറ്റർ ക്യൂബ് ലിറ്റർ തമ്മിലുള്ള കണക്ഷൻ നോക്കുകയാണെങ്കിൽ 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റർ ആണ്. ഇനി 1 മീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കുകയാണെങ്കിൽ എന്താ വരിക? 10⁻⁶ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അത് 1000 ലിറ്റർ ആണ്. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻³ ലിറ്റർ ആണ്. ഓക്കെ, 10⁻³ ലിറ്റർ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഉണ്ട് 1 gram per cc. എനിക്ക് വേണ്ടത് വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ വരിക? മാസ് ബൈ ഡെൻസിറ്റി വരും. ഇത് വരും മാസ് ബൈ ഡെൻസിറ്റി. മാസിന് ഇനീഷ്യലി എത്ര എടുത്തിരിക്കുന്നത്? 100. ഡെൻസിറ്റി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1. സോ വോളിയം എന്ന് വെച്ചാൽ 100 ആയിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? തന്ന യൂണിറ്റ് നോക്കുക, CC, 100 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇത് കുറച്ച് ചെയ്യാനുണ്ട്. നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ഒരു 100 ഗ്രാം ഒന്ന് എടുക്കേണ്ടതൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് നിങ്ങൾ താമസം വരുത്തരുത്. കാരണം
എനിക്ക് ഡെൻസിറ്റി തന്നിരിക്കുന്നത് വോളിയം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ മാസ് ആദ്യം എടുക്കുക. അതേപോലെ തന്നെ വെയിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വെയിറ്റ് എടുത്താൽ എനിക്ക് എമൗണ്ട് ഓഫ് അസിറ്റിക് ആസിഡ് 30 ഗ്രാം എന്ന് എടുക്കാം. ഓക്കെ, സോ വോളിയം 100 സെൻറ്റിമീറ്റർ ക്യൂബ്. എനിക്ക് ലിറ്ററിലേക്ക് ആക്കണം. കാരണം ഡെഫിനേഷൻ പ്രകാരം വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ്. ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 10⁻³ എന്ന് വെച്ചാൽ 10⁻1 വരും. സോ നമ്പർ ഓഫ് മോൾസ് 0.5, വോളിയം ഓഫ് സൊല്യൂഷൻ 10⁻1. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഞാനിവിടെ മോളിൽ എഴുതുന്നുണ്ട് 0.5, വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ 10⁻1. 10⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10, സോ 10 × 0.5 എന്ന് പറയുമ്പോൾ 5. ഓക്കെ അല്ലേ? സോ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം 100 ഗ്രാം എടുക്കാം. അപ്പോൾ അസിറ്റിക് ആസിഡ് 30 ഗ്രാം ആയിരിക്കും. സോ നമ്പർ ഓഫ് മോൾസ് 30/60, 1/2, 0.5. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് ഞാൻ 100 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്, ഡെൻസിറ്റി 1 ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് തന്നിരിക്കുന്ന ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് വെച്ച് നോക്കുക, CC എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ക്യൂബാണ്. എന്ന് വെച്ചാൽ 100 × 10⁻³ ലിറ്റർ ആണ്. എന്ന് വെച്ചാൽ 10⁻1 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 ലിറ്റർ ആണ്. ഇനി ഡെഫിനേഷൻ പ്രകാരം നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ 0.5/0.1 എന്ന് വെച്ചാൽ 5. സോ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, റെഡി അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെറ്റ് ലെതർ വിത്ത് മോയ്സ്ചർ കണ്ടന്റ് 60% enters a dryer and leaves with 10% moisture. Output from the dryer is 100 kg/h. Amount of water removed. ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു അല്ലേ? ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഞാൻ റിയാക്റ്റൻ്റ് തന്നിട്ട് പ്രൊഡക്റ്റാണ് ചോദിച്ചത്. ഇവിടെ പ്രൊഡക്റ്റ് തന്നിട്ട് നിങ്ങളോട് റിയാക്റ്റൻ്റ് ചോദിക്കുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അവിടെ പ്രൊഡക്റ്റ് തന്നു, എന്നിട്ട് അല്ല, അവിടെ റിയാക്റ്റൻ്റ് തന്നു, എന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് മൈനസ് നോക്കി. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടി. അല്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം, പ്രീവിയസ് ക്വസ്റ്റിന് മുന്നേ ചെയ്ത പ്രോബ്ലം. ഇവിടെയാണെങ്കിൽ ഔട്ട്പുട്ടാണ് തന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഇൻപുട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എമൗണ്ട് ഓഫ് വാട്ടർ റിമൂവ്ഡ്. അതായത് എൻ്റെ ഫീഡ് കയറുമ്പോൾ 60% ആണ് മോയ്സ്ചർ കണ്ടൻറ്റ്, ഇറങ്ങുമ്പോൾ 10% മോയ്സ്ചർ കണ്ടൻറ്റ്. ബി 100. നോക്കാം, ഞാൻ ആൻസർ ഓർക്കുന്നില്ല. ഓക്കെ, നോക്കാം. എല്ലാവർക്കും ബി ആണോ? കുറച്ച് എ വന്നു തുടങ്ങി, നമുക്ക് നോക്കാം. അപ്പോൾ ഫീഡിൽ 10% മോയ്സ്ചറുള്ളൂ. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. അതിൽ 10% മോയ്സ്ചർ. അപ്പോൾ ഡ്രൈ സോളിഡ് എത്രയായിരിക്കും? 90 കിലോഗ്രാം ആയിരിക്കും. ഡ്രൈ സോളിഡ് എത്രയായിരിക്കും? 90 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ്, ഫീഡിലും 90 കിലോഗ്രാം ഡ്രൈ സോളിഡ് ഉണ്ടാവും, പ്രൊഡക്റ്റിലും 90 കിലോഗ്രാം ഡ്രൈ സോളിഡ്. കാരണം ഡ്രൈ സോളിഡ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ പറന്നു പോകുന്നില്ല. ഓക്കെ, സോളിഡ് ഒന്നും ആവില്ല. അപ്പോൾ ഫീഡിലും 90 കിലോഗ്രാം ഡ്രൈ സോളിഡ് ഉണ്ട്, പ്രൊഡക്റ്റിലും 90 കിലോഗ്രാം ഡ്രൈ സോളിഡ് ഉണ്ട്. ഇപ്പോഴും ബി തന്നെയാണ്, എ അല്ല. ഓക്കെ, അപ്പോൾ 90 കിലോഗ്രാം ഡ്രൈ സോളിഡ്, 90 കിലോഗ്രാം ഡ്രൈ സോളിഡ് എവിടെ? ഫീഡിലും പ്രൊഡക്റ്റിലും. അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, 100 കിലോഗ്രാമിൽ 10% മോയ്സ്ചറുള്ളൂ, പ്രൊഡക്റ്റിൽ 10% മോയ്സ്ചറുള്ളൂ. അപ്പോൾ 90 കിലോഗ്രാം ഡ്രൈ സോളിഡ് ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞ കേസ്, ഫീഡിൽ 60% മോയ്സ്ചർ, അപ്പോൾ 40% എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. അതായത് ഫീഡിൻ്റെ 40% സോളിഡാണ് എന്ന് വെച്ചാൽ 90. ഫീഡിൻ്റെ 40% സോളിഡാണ്. സോളിഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 90. ഇനിയാണെങ്കിൽ ഫീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90/0.4 എത്രയായിരിക്കും? 900/4, 225. ഓക്കെ, അപ്പോൾ എയും അല്ല ആൻസർ അല്ലേ? കാരണം എന്നോട് ഫീഡിനെ പറ്റിയല്ല ക്വസ്റ്റ്യൻ ചോദിച്ച്, വാട്ടർ റിമൂവ്ഡ് ആണ് ചോദിച്ചത് അല്ലേ?
ഫീഡിനെ പറ്റിയില്ല. ഡി വന്നിട്ടുണ്ട്. വെരി ഗുഡ്. എന്നോട് ചോദിച്ചത് എന്താ? ഫീഡ് എത്ര ഉണ്ട് എന്നല്ല ചോദിച്ചത്. ഫീഡ് 225 ഉണ്ട്, പ്രൊഡക്റ്റ് 100 ഉണ്ട്. ഫീഡ് ടോട്ടൽ 225 ഉണ്ട്, പ്രൊഡക്റ്റ് ടോട്ടൽ 100 ഉണ്ട്. എന്നോട് ചോദിച്ചത് എത്ര വാട്ടർ റിമൂവ് ചെയ്തു. ഓക്കെ, എത്ര വാട്ടർ റിമൂവ് ചെയ്തു എന്തായിരിക്കും? എൻ്റെ ഫീഡും പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വാട്ടർ റിമൂവ് ചെയ്ത് അല്ലേ. ഫീഡ് 225 ഈക്വൽ ടു വാട്ടർ പ്ലസ് എൻ്റെ പ്രൊഡക്റ്റ്. വാട്ടർ എത്രയായിരിക്കും? 225 മൈനസ് 100, 125. ഓക്കെ, സോ ഓപ്ഷൻ ഡി. റെഡി അല്ലേ? 4 പേര് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ ഡി 1, 2, 5. ഓക്കെ, 225 ഇൻപുട്ടാണ്. എന്നോട് ചോദിച്ചത് വാട്ടർ റിമൂവ്ഡ് ആണ്. സോ വാട്ടർ റിമൂവ്ഡ് ഓപ്ഷൻ ഡി. ദ നെക്സ്റ്റ് ഏതാ വരിക? തിയറിയാണ്. Low concentration of a gas in a liquid, which of the following laws is most appropriate? ബി ശരിയല്ലേ? ഹെൻറീസ് ലോ. ഗ്യാസ് ഇൻ ലിക്വിഡ്. സോഡയിൽ ഞാൻ ഗ്യാസ് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ല നിറച്ച് ഞാൻ ഗ്യാസ് ഒന്നും ഫില്ല് ചെയ്യൂല. ഹെൻറീസ് ലോയാണ് ലോ കോൺസെൻട്രേഷൻ്റെ കേസ്. സോ ആൻസർ ഓപ്ഷൻ ബി. ദ 4ാമത്തെ ക്വസ്റ്റ്യൻ, അതും തിയറിയാണ്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് equilibrium vapor pressure of a liquid equals existing partial pressure of vapor in a mixture is the mixture's dew point ആണോ, ബോയിലിംഗ് പോയിന്റ് ആണോ, ഫ്രീസിംഗ് പോയിന്റ് ആണോ, സബ്ലിമേഷൻ പോയിന്റ് ആണോ? വാപ്പർ പ്രഷറും പാർഷ്യൽ പ്രഷറും ഈക്വൽ ആകുമ്പോൾ അതിനെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയില്ല. ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫറിക് പ്രഷറായിട്ട് ഈക്വൽ ആവുന്നതാണ് ബോയിലിംഗ് പോയിന്റ്. അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇത് ശരിക്കും ഹ്യൂമിഡിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, വെരി ഗുഡ്. ഡ്യൂ പോയിന്റ്. ഓപ്ഷൻ ബി ഡ്യൂ പോയിന്റ്. ഹ്യൂമിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ പ്രഷറും വാപ്പർ പ്രഷറും. ഓക്കെ, പാർഷ്യൽ പ്രഷറാണ് തന്നിരിക്കുന്നത്, അല്ലാതെ അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, പാർഷ്യൽ പ്രഷറും വാപ്പർ പ്രഷറും ആണ്, അതിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് എന്ന് പറയുക. ഓക്കെ, ഡ്യൂ പോയിന്റ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ, ഡ്യൂ പോയിന്റ്. ദെൻ 50. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡാറ്റ ഹീറ്റ് ഓഫ് കമ്പഷൻ ആണ്. ഹീറ്റ് ഓഫ് കമ്പഷൻ ആണ്. ഓക്കെ, കമ്പഷൻ ആണ്. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെയ്ത് നോക്കി, കമ്പഷൻ ആണ് ഡാറ്റ. കമ്പഷൻ. കമ്പഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. കമ്പഷൻ ആകുമ്പോൾ എന്താ, റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ഒക്കെ 1 മോളേ ഉള്ളൂ. ഓക്കെ, കമ്പഷൻ ഓഫ് എ 330, കമ്പഷൻ ഓഫ് ബി 200. ഇതാണ് റിയാക്റ്റൻ്റ്. മൈനസ് പ്രൊഡക്റ്റ് കമ്പഷൻ ഓഫ് സി 500. യാ, ആൻസർ 30, ഓപ്ഷൻ എ. ശരിയല്ലേ? 330 പ്ലസ് 200 എടുക്കുകയാണെങ്കിൽ 530, 530 മൈനസ് 500 എടുക്കുകയാണെങ്കിൽ 30. സോ ആൻസർ ഓപ്ഷൻ എ 30. ഓക്കെ, ഒരൊറ്റ കാര്യം ഓർക്കുക, കമ്പഷൻ ആണെങ്കിൽ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ്. അതായത് കമ്പഷൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ 1 മോൾ സബ്സ്റ്റൻസ് ബേൺഡ് എന്നാണ്. എന്ന് വെച്ചാൽ റിയാക്റ്റൻ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫോർമേഷൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ 1 മോൾ സബ്സ്റ്റൻസ് ഫോംഡ് എന്നാണ്. എന്ന് വെച്ചാൽ അയാൾ പ്രൊഡക്റ്റിലാണ് കിടക്കുക. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് വരുന്നത്. കമ്പഷൻ ആകുമ്പോൾ ഞാൻ റിയാക്റ്റൻ്റ് ആണ് കത്തിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ് ചെയ്യുക. ഓക്കെ, അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി.
ഓക്കെ, ഇങ്ങനെ സിമ്പിളായിട്ട് ഗേറ്റ് ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ഇത് അതേ മോഡലൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, അഡിയബാറ്റിക് ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് എ ഫ്യൂവൽ attained by burning the fuel with the theoretically required amount of pure oxygen. If theoretically required amount of air is used, അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം ടെമ്പറേച്ചർ എന്താവും എന്നാണ് ചോദ്യം. അതായത് ഞാൻ എയർ ഉപയോഗിച്ചാൽ ടെമ്പറേച്ചർ കുറയോ കൂടും, ഓക്സിജന് പകരം എയർ ഉപയോഗിച്ചാൽ ടെമ്പറേച്ചർ കുറയോ കൂടും, അത്രയേ ഉള്ളൂ. അതോ അങ്ങനെ തന്നെയാണ് നിൽക്കുക? ടെമ്പറേച്ചർ കൂടുവോ കുറയോ? ലെസ്. എന്തുകൊണ്ടായിരിക്കും? ഒറ്റ കാര്യം ഓർത്താൽ മതി, എയറും ഓക്സിജനും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ചെങ്ങായി ഫുള്ള് ഓക്സിജൻ മാത്രമല്ല നൈട്രജനും ഉണ്ട്. അപ്പം നൈട്രജൻ വരുമ്പോൾ ആ ചെങ്ങായി എന്ത് ചെയ്യും? അതായത് പുതിയൊരാളുണ്ടാകുമ്പോൾ അയാൾക്കും കൂടെ ഹീറ്റ് പോകും അല്ലേ? അയാൾക്കും കൂടെ ഹീറ്റ് പോകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി കുറയണം. ഇതാണ് ആൻസർ. ഓക്കെ, ലെസ് ദാൻ, വെരി ഗുഡ്, ഡിക്രീസസ്. കാരണം പ്യുവർ ഓക്സിജൻ അല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, നൈട്രജൻ ഉണ്ട്. അപ്പം നൈട്രജൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ആ ചെങ്ങായിയോടെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. കാരണം അഡീഷണൽ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അപ്പോൾ അയാൾ ഹീറ്റ് ആവില്ലേ? അപ്പോൾ അയാൾക്കും ടെമ്പറേച്ചർ പോവില്ലേ? സോ ആൻസർ ലെസ് ദാൻ 1215, ഓപ്ഷൻ സി. സി. ഓക്കെ, ടെമ്പറേച്ചർ കുറയും കുറയും. ദെൻ ഇതിലും നമുക്ക് റിലേഷൻ തന്നിട്ടില്ല. ഓക്കെ, സാധാരണ അമോണിയയുടെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. If 14 gram of nitrogen and 4 gram of hydrogen undergo reaction to produce ammonia, product stream contains, assume complete conversion of limiting reactant. സിമ്പിൾ ആണ്. നമ്മൾ അമോണിയ പ്രൊഡക്ഷനാണ് നൈട്രജനും ഹൈഡ്രജനും നമ്മൾ കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്നത്. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് N2+3H2 gives 2NH3. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേഷൻ തരാറുണ്ട്, ചിലതിൽ തരാറില്ല. ഓക്കെ, ഇവിടെ രണ്ട് റിയാക്റ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. സോ രണ്ട് റിയാക്റ്റിൻ്റെ എമൗണ്ട് തന്നാൽ നിങ്ങൾ എന്ത് ഓർക്കണം? അവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് വന്നിട്ടുണ്ടാവും. ആര് വന്നിട്ടുണ്ടാവും? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് അവിടെ വന്നിട്ടുണ്ടാവും. സോ ഞാനൊരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റോഷ്യോമെട്രി നോക്കുക. 28 ഗ്രാം നൈട്രജനാണ്, അയാൾ 6 ഗ്രാം ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 34 ഗ്രാം അമോണിയ ഉണ്ടാവും. ഇതാണ് സ്റ്റോഷ്യോമെട്രി. ഓക്കെ, ലിമിറ്റിംഗ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഗിവൺ ഡാറ്റ 28, സോറി ഗിവൺ ഡാറ്റ 14, സ്റ്റോഷ്യോമെട്രിക് ഡാറ്റ 28. ഓക്കെ, ദെൻ ഹൈഡ്രജൻ്റെ കേസിൽ, ഇത് ഹൈഡ്രജൻ്റെ കേസിൽ ഗിവൺ ഡാറ്റ 4, സ്റ്റോഷ്യോമെട്രി 6. സോ 14/28 എന്ന് പറയുമ്പോൾ 1/2, 4/6 എന്ന് പറയുമ്പോൾ 2/3. ആരാണ് വലുത് നോക്കുക? ആരാ വലുത്? ഹൈഡ്രജനാണ് വലുത് അല്ലേ? 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്, 2/3 എന്ന് വെച്ചാൽ 0.66 ആണ്. ആരാണ് വലുത്? അയാൾ എക്സസ്. ആരാണോ ചെറുത്? അയാൾ ലിമിറ്റിംഗ്. എന്ന് വെച്ചാൽ നൈട്രജനാണ് ഇവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. അപ്പോൾ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നൈട്രജൻ ഫുള്ള് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻസർ സി എന്നാണ് പറയുന്നത്. ആയിരിക്കും അല്ലേ? ഇപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് നൈട്രജൻ ആണ്. ഇത് കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? ഗിവൺ ഡാറ്റ ബൈ സ്റ്റോഷ്യോമെട്രി ഡാറ്റ. ആരാണോ ചെറുത് അയാൾ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എപ്പോഴും എന്തിൻ്റെ ബേസിലായിരിക്കാം? ഇപ്പോഴും ഓർക്കുക, പ്രൊഡക്റ്റ് ലിമിറ്റിംഗ് റിയാക്റ്റ് ബേസിലാണ്. അപ്പോൾ 14 നൈട്രജനാണ് എൻ്റെ കയ്യിലുള്ളത്. എത്ര പ്രൊഡക്റ്റ് കിട്ടും? 28 നൈട്രജൻ ആണെങ്കിൽ 34, 14 ആണെങ്കിൽ അതിൻ്റെ പകുതി 17 ഗ്രാം അമോണിയ. എല്ലാത്തിലും 17 ഗ്രാം അമോണിയ ഉണ്ട്. അപ്പോൾ പിന്നെ നീ ആരെ കൂടെ കണ്ടുപിടിക്കണം? ഹൈഡ്രജനും കൂടി കണ്ടുപിടിക്കണം അല്ലേ? 14 ഗ്രാം നൈട്രജൻ 17 ഗ്രാം അമോണിയ തരും. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാത്തിലും 17 ഗ്രാം അമോണിയ ഉണ്ട്. ശരിയായിപ്പോയി. അപ്പോൾ നമുക്ക് ഹൈഡ്രജനിലേക്കും കൂടെ പോവാം. 28 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 6 ഗ്രാം ഹൈഡ്രജൻ വേണം. ഇനിയാണെങ്കിൽ 14-ന് എത്ര ഹൈഡ്രജൻ വേണം? 28-ന് 6, 14. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല, കാരണം ലോജിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. 28-ൻ്റെ പകുതിയാണ് 14, അപ്പോൾ 6-ൻ്റെ പകുതി 3 ഗ്രാം.
അതായത് 14 ഗ്രാം നൈട്രജൻ 3 ഗ്രാം ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്താൽ 17 കിട്ടും. അപ്പോൾ എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റായ 14 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്യാൻ എനിക്ക് 3 ഗ്രാം ഹൈഡ്രജനെ ആവശ്യമുള്ളൂ. 3 ഗ്രാം ഹൈഡ്രജനെ ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 4 ഉണ്ട്. സോ ഡിഫറൻസ് എത്രയാ? 1 ഗ്രാം. എത്രയാ? 1 ഗ്രാം. ഓക്കെ അല്ലേ? ആ 1 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാതെ പുറത്തേക്ക് വരും. അപ്പോൾ എവിടെ ഉണ്ടാവും? പ്രൊഡക്റ്റിലുണ്ടാവും. 1 ഗ്രാം എക്സസ് ആണ്. അത് പ്രൊഡക്റ്റിലേ വരുള്ളൂ. കാരണം അയാൾക്ക് റിയാക്ട് ചെയ്യാൻ നൈട്രജൻ ഇല്ല, അയാൾ എക്സസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? 1 ഗ്രാം ഹൈഡ്രജനും ഉണ്ടാവും, 17 ഗ്രാം അമോണിയ ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ. നെക്സ്റ്റ് ഇത് KW ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലൂ ഗ്യാസ് കണ്ടെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. മിക്സർ കണ്ടെയ്ൻ 14% കാർബൺ ഡൈ ഓക്സൈഡ്, 6% oxygen by mole. Then flue gas is at 200 degrees Celsius and 765 millimeter of mercury pressure. Partial pressure of nitrogen in the mixture. ഇത് ഡാൾട്ടൺസ് ലോ വെച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. എന്താ വെച്ച് ചെയ്യാനുള്ള? ഡാൾട്ടൺസ് ലോ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലം. അതായത് ഡാൾട്ടൺസ് ലോയിൽ ഇങ്ങനെയും കൂടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒന്ന് പഠിച്ചു വെക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ഇത് ഗ്യാസ് ആണെന്ന് മാത്രം, ഗ്യാസിൻ്റെ ഫ്രാക്ഷനാണ്. ഇപ്പോൾ നോക്കിക്കുക, മിക്സറിൽ 14% കാർബൺ ഡൈ ഓക്സൈഡ്, 6% ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ എത്രയായി? 20. അപ്പോൾ ബാക്കി 80% ആരായിരിക്കും? ഇയാൾ 14, ഇയാൾ 6, 20. ബാക്കി 80% ആരായിരിക്കും? നൈട്രജൻ ആയിരിക്കും. സോ 0.8 ഫ്രാക്ഷൻ നൈട്രജൻ. ഇനി നോക്കിക്കുക, ടോട്ടൽ പ്രഷർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഫ്ലൂ ഗ്യാസ് ഈസ് അറ്റ് 200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 765 മില്ലിമീറ്റർ ഓഫ് പ്രഷർ, 765 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിക് പ്രഷർ. സോ ടോട്ടൽ പ്രഷർ 765. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഓക്കെ. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു 765 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. 765 ഇൻറ്റു 0.8. 765 0.8 എന്ന് വെച്ചാൽ 700-ൻ്റെ അടുത്തുള്ള വാല്യൂ തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ ആകെ 600 ഉള്ളൂ. വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 765 ഇൻറ്റു 0.8. 8×5 40, 4 8×6 48, 4 52, 5 56, 5 61, 612 മില്ലിമീറ്റർ മെർക്കുറി. ഓപ്ഷൻ ഡി. ഓക്കെ. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. അതായത് പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഓക്കെ. ദെൻ ഇതും നമ്മളുടെ PCB ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ്. ഇവിടെ 2 എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീഡും വാട്ടർ റിമൂവ്ഡും. ഇപ്പോൾ വെറ്റ് ലെതറിൽ മോയ്സ്ചർ കണ്ടൻറ്റ് 60%, ഡ്രയർ ആൻഡ് ലീവ്സ് വിത്ത് 10% മോയ്സ്ചർ കണ്ടൻറ്റ്, പ്രൊഡക്റ്റ് ഫ്ലോ റേറ്റ് 500 ആണെങ്കിൽ ഫീഡ് എത്ര, വാട്ടർ റിമൂവ്ഡ് എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ അവിടെ നമ്മൾ വാട്ടർ റിമൂവ്ഡാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വാട്ടർ റിമൂവ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഫീഡ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഫീഡ് കണ്ടുപിടിച്ചാൽ ഒരു ആൻസറായി. അത് കഴിഞ്ഞ് വാട്ടർ റിമൂവ്ഡ് കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ ആൻസറായി. ഇവിടെ ഫീഡിൻ്റെ ആൻസർ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫീഡ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് പറയാൻ പറ്റും. സിമ്പിളല്ലേ? പെട്ടെന്നാവട്ടെ. നേരത്തെ പോലെ തന്നെ സാധാരണ ചോദിക്കുന്ന ഒരാളാണ് ഈ ഡ്രൈയിങ്ങിൻ്റെ കേസ്. സിമ്പിളാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ 60%, ലീവ് ചെയ്യുമ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് 10%. പ്രൊഡക്റ്റിൽ 500 കിലോഗ്രാം ആണ് ടോട്ടൽ മാസ്. ഓക്കെ. ഫ്ലോ റേറ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, 1 ഹവർ ഓപ്പറേഷനിൽ 500 കിലോഗ്രാം പ്രൊഡക്റ്റ് വരും. അപ്പോൾ ഫീഡ് എത്രയുണ്ട്? ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട് 1125.
ശരിയായിരിക്കില്ലേ? ഓക്കെ, 2A വന്ന്, അതെ 3 വന്ന് ഉറപ്പിക്കുക അല്ലേ? അപ്പോൾ നേരത്തെ പോലെ തന്നെ പ്രൊഡക്റ്റിൽ 10% മോയ്സ്ചർ ആണെങ്കിൽ 90% ആരായിരിക്കും? സോളിഡ് ആയിരിക്കും. 90% എന്ന് വെച്ചാൽ 450 കിലോഗ്രാം അല്ല, 500 ഇൻറ്റു 0.9, 450 കിലോഗ്രാം ആണ് ഡ്രൈ സോളിഡ്. ഫീഡിൽ 60% മോയ്സ്ചർ എന്ന് വെച്ചാൽ 40% എന്താണ്? ഡ്രൈ സോളിഡ് ആണ്. സോ 0.4 ഇൻറ്റു എഫ് ഈക്വൽ ടു 450. ഇതാണ് ബേസ്. ഫീഡിൽ 40% സോളിഡ് ആണ്, സോളിഡിൻ്റെ എമൗണ്ട് 450 ആണ്. കാരണം 500 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. 10% മോയ്സ്ചർ ആണെങ്കിൽ 90% സോളിഡ് എന്ന് വെച്ചാൽ 450 കിലോഗ്രാം. സോ 0.4 ഇൻറ്റു എഫ് ഈക്വൽ ടു 450. എഫ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 0.4 അല്ലെങ്കിൽ 4500 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 1125 അല്ലേ? 144 144 ബാക്കി 10 2 4 8 1125. ഓക്കെ, ഇനി ബാക്കി ചെയ്യണമെന്നില്ല കാരണം 1125 ഒറ്റ ഓപ്ഷനിലേ വന്നിട്ടുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കുക, 1125 ഫീഡ്, എൻ്റെ പ്രൊഡക്റ്റ് 500. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും വാട്ടർ മോഡ്. 1125 മൈനസ് 500 എത്രയാണ്? 625. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും എപ്പോഴും എൻ്റെ ഡ്രൈ സോളിഡ് കണ്ടുപിടിച്ച് അങ്ങ് ബാലൻസ് ചെയ്താൽ വേണ്ട ആൾക്കാരെയൊക്കെ കിട്ടിക്കോളും. ഓക്കെ, ഡ്രൈ സോളിഡ് വെച്ച് ബാലൻസ് ചെയ്താൽ വേണ്ട ആൾക്കാരെയൊക്കെ കിട്ടിക്കോളും. ഓക്കെ, സോ നെക്സ്റ്റ് പിക്ക് ഔട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് അമഗാറ്റ്സ് ലോ. ഇത് ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. AWA അമഗാറ്റ്സ് ലോ വെച്ച് ഏതാണ് കറക്റ്റ്? നമുക്കിവിടെ ശരിക്കും ഡാൾട്ടൺസ് ലോയേ ഉള്ളൂ, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരാളാണ് അമഗാറ്റ്സ് ലോ. ഡാൾട്ടൺസ് ലോ പോലെ പറയുന്ന ഒരാളാണ് അമഗാറ്റ്സ് ലോ. ഒന്ന് ഓർത്തിരുന്നാൽ മതി. വോളിയം ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈക്വൽസ് സം ഓഫ് പ്യുർ കമ്പോണൻറ്റ് വോളിയം. എ ആണ്. ഓക്കെ, പ്യുർ കമ്പോണൻറ്റ് വോളിയം. വോളിയത്തിൻ്റെ കേസ് പറയുന്നതാണ് അമഗാറ്റ്സ് ലോ. പ്രഷറിൻ്റെ കേസ് പറയുന്നതാണ് ഡാൾട്ടൺസ് ലോ. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ബിയും സിയും ഡാൾട്ടൺസ് ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രഷർ ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈക്വൽ സം ഓഫ് പ്യുർ കമ്പോണൻറ്റ് പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ പ്രഷർ. ഇത് രണ്ടും ഡാൾട്ടൺസ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. ബിയും സിയും ഡാൾട്ടൺസ് ലോ ആണ്. ബോത്ത് ബി ആൻഡ് സി ഡാൾട്ടൺ ലോ ആണ്. നമ്മൾ അമഗാറ്റ്സ് ലോ ആണ് ചോദിച്ചത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് പ്രോക്സിമേറ്റ് അനാലിസിസ്. ഇത് KWA ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് ചോദിച്ചതാണ്. KWA ഇതാ വരിക, സിമ്പിളാണ്. പ്രോക്സിമേറ്റ് അൾട്ടിമേറ്റിലാണ് നമ്മൾ എലമെൻറ്റിലേക്ക് പോവുക. പ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ ആരുണ്ടാവുക? വോളട്ടൈൽ മാറ്റർ, മോയ്സ്ചർ അല്ലേ, ആഷ്. then അവിടെ ഓപ്ഷൻ ഡി നോക്കിക്കേ. ഓപ്ഷൻ ഡിയിൽ അവിടെ വീണ്ടും ഒരു നൈട്രജൻ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആര് മതി? ഓപ്ഷൻ സീന് മതി. വോളട്ടൈൽ മാറ്റർ, മോയ്സ്ചർ, ആഷ്, ഫിക്സ്ഡ് കാർബൺ, ഇതൊക്കെയാണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. ഓക്കെ, പ്രോക്സിമേറ്റ് അനാലിസിസ് ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? നേരത്തെ നമ്മൾ അൾട്ടിമേറ്റ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെയാണ് എലമെൻ്റ് എന്നുള്ള കേസ് പറഞ്ഞത്. ഓക്കെ, റെഡി അല്ലേ? പ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വോളട്ടൈൽ മാറ്റർ, മോയ്സ്ചർ. സോ ആൻസർ ഓപ്ഷൻ സി. ദ ലാസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യനും കൂടെ. ഇതും വന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അല്ലേ? അമഗാറ്റ്സ് ലോ ആണ് അല്ലേ? ടോട്ടൽ വോളിയം സം ഓഫ് അമഗാറ്റ്സ് ലോ ആണ്. ഇതേപോലെ നമുക്ക് ഡാൾട്ടൺസ് ലോയും ചോദിക്കാം. അപ്പോൾ പ്രഷർ ആയിരിക്കുന്നു മാത്രം. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ പ്രോസസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്റ്റോഷ്യോമെട്രി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.